ഇടുക്കി ജില്ലയിൽ മഴ വീണ്ടും ശക്തമായി. ഉച്ചയ്ക്ക് ശേഷം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. മൂന്നാറിലും ഏലപ്പാറയിലും പീരുമേടിലും മണ്ണിടിഞ്ഞ് വീടുകൾ തകർന്നു. അതേസമയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിന്ന മഴ ഉച്ചയ്ക്ക് ശേഷം തിമിർത്തു പെയ്തു. ഇതോടെ ജില്ല റെഡ് അലർട്ടിലേക്ക് മാറി. ബുധൻ വ്യാഴം ദിവസങ്ങളിലും ഓറഞ്ച് അലർട്ടാണ്. മൂന്നാറിൽ ശക്തമായ മഴയെ തുടർന്ന് നിർമ്മാണത്തിലിരുന്ന കെട്ടിടം ഇടിഞ്ഞു താണു. ചിന്നക്കനാൽ പവർ ഹൗസ് വെള്ളച്ചാട്ടത്തിന് സമീപത്തായി നിർമ്മാണം നടത്തിവന്ന കെട്ടിടമാണ് അപകടാവസ്ഥയിലായത്. റെഡ് സോണിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് നിർമ്മാണമെന്നും ആക്ഷേപമുണ്ട്. പീരുമേട് ദേശീയപാതയോട് ചേർന്നുള്ള മൺതിട്ട ഇടിഞ്ഞു വീണ് വീട് തകർന്നു. കളിയിക്കൽ ചാക്കോ ജോർജിന്റെ വീടാണ് തകർന്നത്. തലനാരിഴയ്ക്കാണ് ജോർജും ഭാര്യയും രക്ഷപ്പെട്ടത്. ശക്തമായ മഴയിൽ ഞങ്ങളുടെ വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വന്ന് എല്ലാ സാധനങ്ങളും ഇടിഞ്ഞ് ഭിത്തിയോടുകൂടി ഇങ്ങനെ പെരയ്ക്കകത്ത് കയറി വന്നു. കാപ്പിയൊക്കെ മേളിൽ നിന്ന് ആ കാപ്പിയെല്ലാം ഞങ്ങളുടെ പെരയ്ക്കകത്താണ് ഇപ്പം നിൽക്കുന്നത്. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഈ മണ്ണിനടിയിൽപ്പെട്ട് പോയി. എല്ലാം ഒരു കുടിക്കാനൊരു ഗ്ലാസ് പോലും ഇല്ല, പാത്രം, ഒരു കാപ്പി ഇടാൻ ഒരു പാത്രം പോലും ഇല്ല. എല്ലാം ഉൾപ്പെടെ സർവത്ര സാധനങ്ങളും അതിനടിയിലാണ് കിടക്കുന്നത്. ഗ്യാസ് ഉൾപ്പെടെ, ഗ്യാസ് ഉൾപ്പെടെ അതിനടിയിൽ കിടക്കുക. ഒരു എടുക്കാനൊന്നും ഒരു നിവൃത്തിയില്ല. മേളിൽ നിന്ന് നമ്മളെന്തെങ്കിലും മാറ്റിയാൽ മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ കിടക്കുന്നു. ഏലപ്പാറ കോഴിക്കാനത്ത് ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് വീട് തകർന്നു. നരന്തിവിളയിൽ സണ്ണിയുടെ വീടാണ് അപകടാവസ്ഥയിലായത്. ജില്ലയിൽ ഇതുവരെ 33 ഹെക്ടർ ഭൂമിയിൽ കൃഷിനാശമുണ്ടായി. ഏകദേശം 1.36 കോടിയുടെ നാശനഷ്ടമാണ് കാർഷിക വിളകൾക്കുണ്ടായത്. 117 റോഡുകളും തകർന്നു. മഴ ശക്തമാണെങ്കിലും ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് KSCBയും ഇറിഗേഷൻ വകുപ്പും അറിയിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി.